മോഷണം കൊണ്ട് കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയ മോട്ടോഴ്സിനെ ഇന്ത്യക്കാർ ഞെട്ടിച്ച വാർത്ത കഴിഞ്ഞ ആഴ്ചയാണ് പുറത്തു വന്നത്. കോടിക്കണക്കിന് രൂപയുടെ 900 എഞ്ചിനുകളാണ് ആന്ധ്രയിലെ കിയ മോട്ടോഴ്സിന്റെ പെനുകുണ്ട് നിർമ്മാണശാലയിൽ നിന്ന് മോഷണം പോയത്. സംഭവത്തിൽ ഇതുവരെ 9 പേർ പിടിയിലായിരിക്കുകയാണ്. പോലീസ് കസ്റ്റഡിയിലെടുത്ത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പെനുകുണ്ട് കോടതിയാണ് പ്രതികളെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. പിടിയിലായവരിൽ ഭൂരിഭാഗവും തമിഴ്നാട് സ്വദേശികളും കിയയിലെ മുൻ ജീവനക്കാരായ 2 വിദേശികളുമുണ്ട്. ചിലർ ഒളിവിൽ പോയിരിക്കാമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. എന്നാൽ കേസിൽ അന്വേഷണത്തിന്റെ 10% മാത്രമാണ് പൂർത്തിയായത് എന്നാണ് പോലീസ് പറയുന്നത്. പരാതി നൽകി ഏകദേശം 1 മാസത്തിന് ശേഷമാണ് അറസ്റ്റ്. സംഭവത്തിൽ 30-ലേറെ പേർക്ക് പങ്കുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രതികളുടെ പ്രവർത്തന രീതി പഠിച്ചു വരികയാണെന്നും കൂടുതൽ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്കാണ് മോഷ്ടിക്കപ്പെട്ട എഞ്ചിനുകൾ കടത്തിയത്. മോഷ്ടിച്ച എഞ്ചിനുകൾ മീററ്റ്, ഡൽഹി, ചെന്നൈ, ഹൈദരാബാദ്, ബംഗളൂരു, മധുര എന്നിവിടങ്ങളിലേക്ക് കടത്തി വിറ്റതായാണ് കണ്ടെത്തൽ. അതേസമയം മോഷ്ടിക്കപ്പെട്ട എഞ്ചിനുകൾ പ്രാദേശികമായി ലഭിക്കുന്ന സ്പെയർ പാർട്സുകളുടെ സഹായത്തോടെ വാഹന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതായാണ് പോലീസ് നിഗമനം. ഇവ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനോ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകാനോ സാധ്യതയുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇത് രാജ്യസുരക്ഷയ്ക്ക് തന്നെ വെല്ലുവിളി ഉയർത്തിയേക്കും. ഇതിന് പിന്നിലെ സൂത്രധാരന്മാരെ തിരിച്ചറിയുന്നതിലും മോഷ്ടിച്ച എഞ്ചിനുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച വാഹനങ്ങൾ കണ്ടെത്തുന്നതിലുമാണ് പോലീസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 2020 മുതൽ 2025 വരെയുള്ള കാലയളവിലാണ് മോഷണം നടന്നത് എന്നാണ് കണ്ടെത്തൽ. 2025 മാർച്ചിൽ കമ്പനി നടത്തിയ ഓഡിറ്റിലാണ് മോഷണ വിവരം പുറത്തു വന്നത്. 5 വർഷത്തിനിടെ 900-ലധികം എഞ്ചിനുകൾ മോഷ്ടിക്കപ്പെട്ടതായി കണ്ടെത്തുകയായിരുന്നു. പിന്നാലെ കിയ മോട്ടോഴ്സ് ഇന്ത്യ MDയും CEOയുമായ ഗാംഗുലി മാർച്ച് 19-ന് പെനുകുണ്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 5 വർഷത്തെ മോഷണ കാലയളവിൽ ഓഡിറ്റ് പ്രോട്ടോകോളുകൾ അവഗണിക്കപ്പെട്ടോ അതോ രേഖകൾ കൃത്രിമമായി ഉപയോഗിച്ചോ എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്. ഇതിനുശേഷം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത പ്രത്യേക സംഘങ്ങൾ രൂപീകരിക്കുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നിർമ്മാണ പ്ലാന്റിലേക്ക് കൊണ്ടുവരുന്നതിനിടെയും പ്ലാന്റിന്റെ പരിസരത്തു നിന്നും എഞ്ചിനുകൾ മോഷ്ടിക്കപ്പെട്ടതായി കണ്ടെത്തുകയും ചെയ്തു. മോഷണത്തിൽ പുറത്തു നിന്നുള്ളവർക്കല്ല, കമ്പനിക്ക് അകത്തു നിന്നുള്ളവർക്ക് തന്നെയാണ് പങ്കുള്ളത് എന്ന് തന്നെയായിരുന്നു പോലീസിന്റെ നിഗമനം. വലിയ രീതിയിൽ ആസൂത്രണം ചെയ്ത ഘട്ടം ഘട്ടമായാണ് എഞ്ചിനുകൾ മോഷ്ടിച്ചതെന്നും മുൻ ജീവനക്കാരും നിലവിലുള്ള ജീവനക്കാരും ഇതിൽ ഉൾപ്പെട്ടിരിക്കാമെന്നും പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ മുൻ ജീവനക്കാരെയും നിലവിലുള്ള ജീവനക്കാരെയും കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അന്വേഷണം മുഴുവൻ നടത്തിയത്. സംഭവത്തിൽ കമ്പനിയിലെ മുൻ ജീവനക്കാർ അറസ്റ്റിലായത് പോലീസിന്റെ ഈ നിഗമനത്തെ ശരിവയ്ക്കുന്നവയാണ്. രേഖകളിൽ കൃത്രിമം കാണിച്ച് പ്ലാന്റിൽ നിന്ന് എഞ്ചിനുകൾ മോഷ്ടിച്ചതാകാമെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. കുറഞ്ഞ വിലയിൽ കൂടുതൽ സാങ്കേതിക വിദ്യകളുമായെത്തി ഇന്ത്യക്കാരെ ഞെട്ടിച്ച കൊറിയൻ വാഹന നിർമ്മാതാക്കളാണ് കിയ മോട്ടോഴ്സ്. പ്രതിവർഷം 3 ലക്ഷം മുതൽ 4 ലക്ഷം വരെ വാഹനങ്ങളാണ് കിയ മോട്ടോഴ്സ് നിർമ്മിക്കുന്നത്.